നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മെക്കാനിക്കൽ വർക്ക് A to Z. ഏകദേശം ഒരു 80,000 രൂപയോളം മെക്കാനിക്കൽ വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫുൾ മോഡിഫിക്കേഷനുമാണുള്ളത്. ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇൻറ്റീരിയർ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എക്സ്റ്റീരിയറിലുള്ള ഫുൾ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്കാണുള്ളത്. ഇതിനകത്ത് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെക്കാനിക്കൽ വർക്ക്. ഏകദേശം എല്ലാ പാർട്സുകളും നമുക്ക് മാക്സിമം ഒറിജിനൽ പാർട്സ് ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ മാക്സിമം ഒറിജിനൽ പാർട്സ് ഇട്ടിട്ടാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേർട്ട് ലിപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്കേർട്ടിൽ വരുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഫോഗ് ലാമ്പ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൽ DRL നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ബമ്പറിൽ വരുന്ന ഫോഗ് ലാമ്പ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ നേരത്തെ കസ്റ്റമർ തന്നെ ചെയ്തതാണ്, പുറത്ത് ചെയ്തതാണ്. നമ്മുടെ പാലക്കാട് വണ്ടി തന്നെയാണിത്. പുറമേ ചെയ്തിട്ട് ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ ഇതിനകത്ത് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രണ്ടിലെ ഗ്രിൽ ലൈറ്റും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിനുള്ളിൽ DRL ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബൊലീറോയുടെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് മഡ് ഫ്ലാപ്പും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഫുഡ് സ്റ്റെപ്പിൻ്റെ സ്റ്റീല് നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് അത് ഡബിൾ സ്റ്റെപ്പ് വരുന്ന സ്റ്റീലാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അലോയ് നേരത്തെ കസ്റ്റമറിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കട്ടിങ്ങും പോളിഷും അതുപോലെ തന്നെ വാക്സും ആണ് ചെയ്യുന്നത്. ബാക്കി പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബമ്പറിലാണെന്നുണ്ടെങ്കിലും സ്കേർട്ടിലാണെന്നുണ്ടെങ്കിലും സ്ക്രൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കസ്റ്റമർ അതേ ലെവലിൽ തന്നെ നിർത്തിയാൽ മതി എന്നാണ് പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു സർവീസിൽ ബാക്കിയുള്ള ഒരു മേജർ പണിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോഴത്തേക്ക് തൽക്കാലം ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിപ്പറിൽ നമ്മൾ റെഡിഷ് കളർ വരുന്ന ഒരു പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രമ്മിലും അതേ രീതിയിൽ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ ഇത്തിരി അലയിലൊക്കെ ഇത്തിരി അഴുക്കുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി ഡെലിവറി ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഔട്ടർ ഹാൻഡിലുകൾ കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ബ്ലാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റി നമ്മൾ ക്രോമിൽ വരുന്ന ആ ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ഔട്ടർ ഹാൻഡിൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സൺവൈസർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളിസിൻ്റെ ലോഗോ അങ്ങനെയുള്ള ലോഗോകൾ കംപ്ലീറ്റും ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിലും ടൊയോട്ടോ കോളിസ് എന്നുള്ള ആ ലോഗോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലും സ്കേർട്ട് ലിപ്പ് അതുപോലെ തന്നെ ഡുവൽ മഫ്ലർ ചെയ്തിട്ടുണ്ട്. അത് സിംഗിൾ ടിപ്പിലാണ് ചെയ്തേക്കുന്നത്. നമ്പർ പ്ലേറ്റ് എല്ലാം പിന്നെ പഴയ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നേരത്തെ ഉള്ളത് തന്നെയാണ്. നമ്മൾ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ബാക്കിൽ ഈ സ്കേർട്ടും ലിപ്പും അതുപോലെ തന്നെ ഡുവൽ മഫ്ലറും അതുപോലെ മെട്രിക്സ് ലൈറ്റും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബ്രേക്കും കാര്യങ്ങളും ബ്രേക്ക് പാർക്ക് ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പിൽ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റുകളെല്ലാം നോൺ ഓയി ആണ് കിടക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് അഴിക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പെയിൻറ്റിങ്ങിൻ്റെ വർക്കില്ല. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഹൺഡ്രഡ് കോട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അവർ നേരത്തെ ചെയ്ത പെയിൻറ്റിന് കട്ടിങ്ങും പോളിഷും അടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പെയിൻറ്റിങ്, പക്ഷേ കുറച്ച് കറക്ഷൻ ഉണ്ട്. അത് എന്തായാലും നമുക്കിനി അടുത്തൊരു സർവീസിലായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു വർക്ക് മാത്രമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഉണ്ടല്ലേ. ഒരു ബ്ലാക്ക് ടൂണിലാണ് സീറ്റാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത്. ഫ്രണ്ട് ബാക്ക് സീറ്റ് വന്നിട്ട് ബെഞ്ച് സീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലത്തെ അതിലും റെക്സിനൊക്കെ നീറ്റ്. ഇൻറ്റീരിയറിൽ അതേ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. അതേ രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സീറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞ മാതിരി ബ്ലാക്ക് ടൂണിൽ ആ ഒരു നീറ്റ്നെസ് ഉണ്ട്. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ ഒരു നമ്മുടെ മറ്റേ ചെറിയ വണ്ടികളുടെ എന്താ സ്റ്റെം സീലിൽ വരുന്ന ഒരു സംഭവം ബൂട്ട് പണ്ടൊക്കെയാണ് ഇതുപോലെ എല്ലാ വണ്ടിയിലും ഇടുക. ആ ഒരു ടൈപ്പിൽ തന്നെ ഇട്ടിട്ട് അത് കാണാൻ നല്ലൊരു ഭംഗി തന്നെ ഉണ്ട്. മൊത്തത്തിൽ റെക്സിനും വലിയ ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ ജെന്യൂനിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. അതുകൂടാതെ മീറ്റർ ആ കവറിൽ ഒരു സിൽവർ അടിച്ചിട്ടുണ്ട്. അത് കാണാൻ രസമുണ്ട്. 2 ഡബിൾ ടൂണിൽ കാണാനായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ വലിയ ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ തൊട്ടിട്ടില്ല. റൂഫ് ടോപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ജെന്യൂനിറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നും നമ്മളിതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDയുടെ പവർ വിൻഡോ സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സെനോക്സിൻ്റെ ഒരു സെൻട്രൽ ലോക്ക് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എക്സ്ട്രാ നമുക്ക് ഇൻറ്റീരിയറിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു. സെൻട്രൽ ലോക്ക് RDയുടെയും അതുപോലെ സെനോക്സിൻ്റെ ഒരു സെൻട്രൽ ലോക്കും മാത്രമേ ഇതിനകത്ത് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ എല്ലാം എക്സ്റ്റീരിയറിൽ ഒരു മോഡിഫിക്കേഷനുള്ള രീതിക്ക് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് സിൽവർ വണ്ടി നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ്. റോഡിൽ പ്രസൻസ് സിൽവർ കാണാൻ പ്രത്യേക രസമാണ്. ആ ഒരു ടൂണിൽ തന്നെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ ക്ലീനിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. കസ്റ്റമർ ഏകദേശം ഒരു 1-2 മണിക്കൂറിലെത്തും. അങ്ങനെ നമുക്ക്
ഡെലിവറി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.